ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മള് ദേവിയുടെ 3 അധ്യായങ്ങൾ കഴിഞ്ഞു. ഭണ്ഡാസുര വധം കഴിഞ്ഞു. ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ അധ്യായം 4 എന്നുള്ളത് ദേവിയുടെ മന്ത്രസ്വരൂപമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ടു ദ കോർ എന്ന് നമുക്ക് പറയാം. ഏറ്റവും എന്താ പറയാ, ദേവിയുടെ സൂക്ഷ്മ സ്വരൂപത്തിലോട്ടാണ് നമ്മൾ ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ദേവിയെ അറിയാനുള്ള ദേവി ഉപാസകരുടെ തന്നെ ഏറ്റവും എന്താണ് മന്ത്രം. ഇതുവരെ നമ്മൾ സ്ഥൂല രൂപം കണ്ടു, ദേവിയെ എന്താണ്, എങ്ങനെയാണ് ദേവി ഭണ്ഡാസുരനെ വധിക്കുന്നതെന്ന് കണ്ടു. എല്ലാ അസുരന്മാരും ഇല്ലാതായി. ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന കേവലമായിരിക്കുന്ന ബ്രഹ്മസത്യത്തിലേക്കും നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ഇനി എങ്ങനെയാണ് ആ ഒരു ഈ ദേവിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഓരോ ജീവനും തിരിച്ച് ദേവിയുമായിട്ട് ചേരുന്നത്. ആ മന്ത്രസ്വരൂപത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ മന്ത്രത്തിലൂടെ നമുക്ക് തിരിച്ച് ദേവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ 3 ചാപ്റ്റേഴ്സിൽ ദേവിയുടെ സ്ഥൂല രൂപത്തെ കണ്ടു നമ്മള്. ആ കരചരണാദികളോടുകൂടി തന്നെയാണ് അമ്മയെ കണ്ടത്. ദേവിയുടെ കരങ്ങളിൽ എന്തൊക്കെയാണ്, ആയുധങ്ങൾ എന്തൊക്കെയാണ്, അമ്മ എവിടെയാണ് ഇരിക്കുന്നത്, എല്ലാം കണ്ടു അല്ലെ. നമ്മുടെ ആ ഒരു സ്ഥൂല രൂപം ഒരിക്കൽ വിചാരിച്ചാൽ തന്നെ ആ പഞ്ചബ്രഹ്മാസനത്തിൽ ഇരിക്കുന്ന ദേവിയുടെ ആ ഒരു 62-ാമത്തെ നാമം വരെയുള്ള ആ ഒരു സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി അല്ലെ, അതുവരെ ആ ഒരു കാമകോടി നിലയത്തില്, അതായത് സാക്ഷാൽ ലളിത ശിവശക്തി ഐക്യരൂപിണിയായിട്ട് ലളിതാംബിക ഇരിക്കുന്ന ആ ഒരു സ്വരൂപം, അത് നമുക്ക് ബാഹ്യമായിട്ടുള്ള വർണ്ണനയിൽ നമുക്ക് ശ്രീമാത തുടങ്ങിയിട്ട് അതുവരെ നമുക്ക് ദിവസവും ദേവിയെ ആ രൂപത്തിൽ ധ്യാനിക്കുക. അമ്മയുടെ ആ ഒരു കരചരണാദികൾ ധ്യാനിക്കുമ്പോൾ തന്നെ ആ ഒരു മോക്ഷ പദത്തിലേക്ക്, അമ്മയുടെ സ്ഥൂലം സൂക്ഷ്മം പരം ഏത് ചിന്തിച്ചാലും മോക്ഷം മാത്രമാണ്. കാരണം അമ്മ ഭോഗസ്ഥ മോക്ഷസ്ഥ കരൈസ്തദേവ, അമ്മയുടെ കയ്യിൽ രണ്ടും ഉണ്ട്. ഭോഗങ്ങളെല്ലാം തരും ഈ പ്രപഞ്ചത്തിലെ അമ്മയാണ് അല്ലെ. അവസാനം മോക്ഷവും കൊടുക്കുന്ന ആ രൂപം അമ്മയുടെ സ്ഥൂല രൂപമായാലും സൂക്ഷ്മ രൂപമായാലും ഏതും ധ്യാനിച്ചാലും നമ്മുടെ പൂർണ്ണമായിരിക്കുന്ന ആണവ മലത്തെ ആ ഭണ്ഡാസുരനെ ദേവി ഇല്ലാതാക്കും. അപ്പൊ ഇനി നമുക്ക് സൂക്ഷ്മ ഭാവത്തിലാണ് നമ്മൾ പോകുന്നത്. സൂക്ഷ്മ രൂപം, ഭണ്ഡൻ ജനിച്ചപ്പോൾ തന്നെ നല്ലതായിരുന്നു അല്ലെ. ആ വരം കിട്ടി അഹങ്കാരിയായിട്ട് മാറി. നമ്മള് ഭണ്ഡന്റെ കഥ നല്ലപോലെ കേട്ടതാണ്. മരണം വരുന്ന അവൻ ചിന്തിച്ചേയില്ല. എല്ലാവർക്കും ഒരു ദിവസം മരണം എത്തിച്ചേരും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭൂമിയിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാം ടൂറിസ്റ്റുകളാണെന്ന് പറയാം അല്ലെ. ടൂറിന് വേണ്ടി വന്നാണല്ലേ. ഇവിടെയാണ് പാപപുണ്യങ്ങൾ ഒരേപോലെ ആയിട്ട് പുണ്യം സമ്പാദിക്കാനും പാപത്തെ ഇല്ലാതാക്കാനും കർമ്മഭൂമിയാണ് ഭൂമി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഭാരതഭൂമി. ആ കർമ്മങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് താൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഈശ്വര സമർപ്പണമായിട്ട് തന്റെ കർമ്മങ്ങളെ സമർപ്പിച്ച് എങ്ങനെ ദൈവതലത്തിലോട്ട്, ആ ഒരു ദേവതലത്തിലോട്ട്, ഈശ്വരൻ എന്ന് പറയുന്നത് ദേവന്മാര് വിളിച്ചാ വരുന്ന നമ്മൾ കണ്ടു. എല്ലാവരും തപസ് ചെയ്ത് എന്താ പറയാ, വിളിക്കുമ്പോൾ ഈശ്വരൻ വരും. പക്ഷെ ദേവകാര്യ സമുദ്യത, ദേവന്മാര് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അമ്മ, ഏത് ഈശ്വരനും കൂടെ നിന്ന് ആ ഒരു ആസുരിക ശക്തിയെ ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിൽ വന്ന് നമുക്ക് എല്ലാവർക്കും എന്ത് വരം, ഭൂമിയിലേക്ക് വരാനുള്ള വരം കിട്ടി. ഇനിയോ മരണം വരുമെന്ന് നമ്മൾ ചിന്തിച്ചോളണം. മരണം എന്ന് പറയുന്നത് ഈ ശരീരമാകുന്ന സ്ഥൂല ദേഹത്തെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാവർക്കും മരണം ഒരു ദിവസം വരും, ദൈവങ്ങൾക്കുൾപ്പെടെ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. ശരീരം എരിഞ്ഞമർന്നതിന് ശേഷം ആ ഒരു ആത്മാവ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് വേറൊരു ശരീരം ആത്മാവിന് ലഭിക്കും. അത് വെച്ച് വീണ്ടും ഭണ്ഡാസുരനാകാം, അല്ലെങ്കിൽ ഈശ്വരനെ അടയാം. ഇത് നമ്മുടെ തീരുമാനമാണ് അല്ലെ. ആ ഫ്രീ വിൽ അത് മാത്രമേ നമ്മുടെ കയ്യിൽ ഈശ്വരൻ തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു നിയാമക ശക്തിയാകുന്ന പ്രകൃതിയും ഈശ്വരനും കൂടി നിശ്ചയിക്കും. നമുക്ക് എന്താകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് പുണ്യം ചെയ്യാം, പാപം ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ഈ മന്ത്രരൂപത്തില് 4 മന്ത്രമാണ് ഈ പറഞ്ഞ ലളിതാ സഹസ്രനാമത്തിലെ 1000 മന്ത്രങ്ങൾ ഉള്ളതില് ഈ 84 മുതൽ 87 ഇല്ലെ 83 84 അങ്ങനെ നമുക്ക് അത് സ്തുതിക്കുന്നതാണ്. 83-ാമത്തത് ആ ദേവിയുടെ മന്ത്രസ്വരൂപം എന്ന് പറയുന്നത് വെറും എന്താ പറയാ 4 മന്ത്രങ്ങൾ മാത്രം. അപ്പൊ ഭണ്ഡാസുരൻ വീണ്ടും ജനിക്കണു. മന്മഥന്റെ ജന്മമാണ് ഭണ്ഡൻ. രതീദേവി ശക്തിയോട് തന്റെ ഭർത്താവിന് വേണ്ടി യാചിക്കുന്നുണ്ട് അല്ലെ. യാചിച്ചു. ദേവി ശിവനോട് പറഞ്ഞു ദ്വാപര യുഗത്തിലെ ശ്രീകൃഷ്ണന്റെ മകനായ പ്രദ്യുമ്നായിട്ട് ജനിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു.
അപ്പൊ മന്ത്രരൂപത്തില് ദേവിയെ എങ്ങനെ നമുക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ എങ്ങനെ അടയാം? യന്ത്രം, മന്ത്ര, തന്ത്രം, മൂന്നും അമ്മ തന്നെയാണ്. യന്ത്ര മന്ത്ര തന്ത്ര സ്വരൂപിണ്യേ നമ. ശ്യാമള ദണ്ഡകത്തിൽ അമ്മയെ ഓരോന്നായിട്ട് വിളിക്കുന്നുണ്ടല്ലേ? യന്ത്രസ്വരൂപിണി, മന്ത്രരൂപിണി, തന്ത്രരൂപിണി എല്ലാം പറഞ്ഞ് ശ്യാമള ദണ്ഡകത്തിൽ ദേവിയെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമായിട്ടിരിക്കുന്നത് അമ്മ തന്നെയാ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മന്ത്രം ജപിച്ച് മാത്രമേ നമുക്ക് മന്ത്രരൂപമായിട്ട് മാറാൻ പറ്റുള്ളൂ? ഹനുമാൻ എന്താണ് ചെയ്തത്? തന്റെ സ്വാമിയായിരിക്കുന്ന ശ്രീരാമനെ കാണണമെന്ന് ആഗ്രഹിച്ചു. ത്രേതായുഗത്തിലെ രാമ ലക്ഷ്മണ സീതാദേവിയെ കണ്ട് തന്റെ ഉള്ളിലെ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയാണ് ഹനുമാൻ. ഇപ്പൊ രാമ എന്നുള്ള താരക മന്ത്രത്തിലൂടെയാണ് ആ ഒരു ഹനുമാൻ ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന യാതൊരു നാമരൂപങ്ങളും ഇല്ലാത്ത പരബ്രഹ്മത്തെ അടഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ രാമ എന്നുള്ള താരക മന്ത്രത്തിലൂടെയാണ്. ഇപ്പൊ മീരയാണെങ്കിലോ ഭക്തമീര കൃഷ്ണനാമത്തിലൂടെയാണ്. പൂന്താനമോ കൃഷ്ണ. ഇതില് ഏതാണോ വിശ്വാസം അതില് നമുക്ക് ആ ഒരു എന്തിലാണോ ആഭിമുഖ്യം, വാസനാപ്രേരിതമാണ് നമ്മുടെ ഇഷ്ടദേവത അല്ലെ? അപ്പൊ മനസ്സ് ഉറച്ചു നിൽക്കുന്നതാണ് നമ്മുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത്. ആ ആരിലൂടെ ആയാലും ഏതെങ്കിലും ഒരു ദേവതയെ പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്ത് നിരന്തരം ആ നാമസ്മരണം കൊണ്ട് മാത്രം അതിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കും, ഉറപ്പാണ്. ഇതാണ് മന്ത്രത്തിന്റെ മഹത്വം. അപ്പൊ എന്താണ് മന്ത്രത്തിന്റെ മഹത്വം എന്ന് ചോദിച്ചാല്, മന്ത്രം എന്നത് രണ്ടാമത്തെ ശരീരം, അതായത് സൂക്ഷ്മ ശരീരമാണ്. കാണാൻ സാധ്യമല്ലാത്ത ശരീരത്തെയാണ് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുന്നത് അല്ലെ? സൂക്ഷ്മം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എവിടെയാണ്, അതിനെ എങ്ങനെ തൊടും, അതിൽ ചേർന്ന് വേണം നമ്മൾ മുകളിലോട്ട് യാത്ര ചെയ്യാൻ. പക്ഷെ നമുക്ക് അവിടെ എങ്ങനെ എത്തിച്ചേരാൻ ഒന്നും അറിയില്ല. അപ്പൊ മരിച്ച ഉടനെ തന്നെ നമ്മുടെ സ്ഥൂല ശരീരം കത്തിച്ചു കളയും, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ പറയുന്ന ശരീരം കുളിപ്പിച്ച് താഴെ കിടത്തി പിന്നെ അഗ്നിക്കിരയാക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു സ്ഥൂലത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകും. കാരണം ശരീരം വിട്ടുകഴിഞ്ഞത് കത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രഭാവം കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. പക്ഷെ അത് മറക്കണം. അത് എങ്ങനെയാണെങ്കിലും അത് നശിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ഥൂല ശരീരം ഒരിക്കലും നിലനിർത്താൻ പറ്റില്ല. ഇതിനെ വിശ്വസിക്കരുത്. കാരണം എന്താ? ഇതിനെയാണ് നമ്മൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത്. കാരണം ഉപയോഗിക്കുക, കളഞ്ഞേക്കുക. ഇപ്പൊ സൂക്ഷ്മം എന്ന് പറഞ്ഞാല് സട്ടിൽ, വളരെ എന്താ പറയാ, ചിന്തിച്ചാൽ മാത്രം, ഒരു വളരെ ശ്രദ്ധയോടുകൂടി അകത്തേക്ക് പോയെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത് എവിടെ ഇരിക്കും, എങ്ങനെയാണ് ഇരിക്കും, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. മന്ത്രം കൊണ്ട് മാത്രമേ ഇതിനെ അറിയാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണോ നമ്മള് പാട്ടില് സരിഗമ പദനി ഈ അക്ഷരങ്ങളെ വെച്ച് വലിയ വലിയ ഗാനങ്ങൾ പാടുന്നത്, അതുപോലെ സ്ഥൂല നേത്രങ്ങൾ അടച്ചാലേ സൂക്ഷ്മത്തെ നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധ്യമാകൂ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അന്തർമുഖ സമാരാധ്യ ബഹുമുഖ സുദുർലഭ. വെളിയിൽ നോക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ് അംബ? അംബ എന്ന് പറഞ്ഞാൽ ദേവിക്ക് അമ്പാൾ അല്ലെ? അംബിക എന്നൊരു നാമമുണ്ട്. അന്തർമുഖം, അകത്തും ബഹിർമുഖമായിട്ട്. അംബ എന്ന് പറഞ്ഞാൽ ബഹിർമുഖമായിട്ടും രണ്ടും ഇരിക്കുന്ന അമ്മ തന്നെയാ. പുറത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കും, അകത്തുള്ളത് കാണാൻ സാധ്യമല്ല. അപ്പൊ ഈ നേത്രങ്ങൾ, നമ്മുടെ സ്ഥൂല നേത്രങ്ങൾ അടച്ചാൽ മാത്രമേ ഈ സൂക്ഷ്മാവസ്ഥയിൽ ഇരിക്കുന്ന ഈ സൂക്ഷ്മത്തെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധ്യമാകൂ. അപ്പൊ അതായത് എന്താണ്? നമ്മുടെ ജ്ഞാനക്കണ്ണ് അല്ലെ? ഭ്രൂമധ്യത്തിലെ കണ്ണ് തുറക്കണം. ഈ തേർഡ് ഐ എന്നൊക്കെ പറയുന്നത് എന്താ? മൂന്നാമത്തെ കണ്ണ്. ഇതിനെയാണ് നമ്മൾ ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്താണ്? അത് വളരെ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടും അവിടെ ഉണ്ടാവും. അവിടെ ശിവശക്തി, ആ ഒരു എനർജി ഇരിക്കുന്ന സ്ഥലമാണ് ശരിക്കും നമ്മുടെ മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത്. ഗുരു രൂപത്തിലിരിക്കണമെന്ന് നമുക്ക് പറയാം. അവിടെ അർദ്ധനാരീശ്വര സങ്കല്പമാണ്, ശിവനും ശക്തിയും ഇരിക്കണു. അത് ഉണർന്നാല് ലോകം മുഴുവനും അറിയാൻ സാധിക്കും. ഇപ്പൊ ഹരനേത്രാഗ്നി സംതപ്ത കാമസജ്ജീവന ഔഷധി കണ്ഠാതകടി പര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന കഡ്യദോ ഭാഗധാരിണി. അപ്പോ ഈ മൂന്ന് നാമങ്ങള് ശ്രീമദ് ഭാഗവത കൂടൈക സ്വരൂപ മുഖപങ്കജ, 4 മന്ത്രങ്ങള്. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്? ശിവപാർവതി, വിഷ്ണു, ലക്ഷ്മി. അപ്പൊ ഏത് ഭാര്യ എടുത്താലും ഭർത്താവ് എടുത്തു നോക്കിയാലും ഭർത്താവിന് ഉയരം കൂടുതൽ, ഭാര്യയ്ക്ക് കുറവില്ലേ? നമ്മൾ അങ്ങനെയാണ് എപ്പോഴും കാണുന്നത്. അപ്പൊ ശിവൻ ആകാശം, ആകാശത്തെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ദേവി സ്ത്രീയാണ്, ഭൂമിയെ പ്രതിനിധാനം ചെയ്യണു. അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മുടെ ലോകം.
ശിവൻ തന്റെ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്ന് കാമനെ കത്തിച്ചപ്പോൾ വീണത് ദേവി പാദത്തിലാണ്. ദേവി എന്ന് പറഞ്ഞ ദേവി അമ്മയുടെ സ്ഥാനാണ് അല്ലേ? അപ്പൊ പുനരുജ്ജീവിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അമ്മ. ആ എരിഞ്ഞ ചാമ്പലിൽ നിന്ന് ഭണ്ഡനുണ്ടായി. കാമന് സജീവനിയായവൾ ദേവി. അപ്പൊ ദേവി അനുഗ്രഹത്താല് മന്മഥന് ജീവിതം കിട്ടി. അപ്പൊ ബ്രഹ്മാണ്ടത്തിലെ മുഴുവൻ ജീവരാശിയും ദേവിയുടെ മൂക്കുത്തിയുടെ അത്രേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ദേവിയുടെ മൂക്കുത്തിക്ക് ഇത്രയും പ്രാധാന്യം. അമ്മയുടെ അമ്മ ദേവിയുടെ മൂക്കുത്തി ശുക്ര നക്ഷത്രാണെന്ന് പറയും. ദേവി ഉപാസകരെ ആ ഉപാസകരുടെ ജീവൻ ദേവിയുടെ പ്രകാശത്തില് ഇതിൽ നിന്ന് പുറത്തു വരുമ്പോ എല്ലാ പാപങ്ങളും ഇല്ലാതായിട്ട് തീരും. അപ്പോ തിരിച്ചു വന്നാലും എല്ലാ സുഖങ്ങളെയും അനുഭവിച്ച് ഒരു ഹയർ തലത്തിലേക്ക് പോകും. ഇതാണ് ദേവി ഉപാസകർക്ക്, ശാക്തേയ ഉപാസകർക്ക് ദേവി കൊടുക്കുന്ന ഒരു അനുഗ്രഹം. എത്ര ദുഃഖങ്ങള് വന്നു അതെല്ലാം കർമ്മങ്ങളാണ്. അനുഭവിച്ച് തീർന്നാലും പിന്നെ തിരിച്ചു വരുമ്പോ ഒരു ഹയർ ഒരു തലത്തിലേക്ക് പോകാൻ സാധിക്കും. അത് അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പൊ നല്ല ജന്മങ്ങൾ കിട്ടും. അപ്പൊ ജന്മത്തിലെ ആ ഒരു ജന്മങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അടുത്ത ജന്മം ഇനി എന്താവും അല്ലെ? നമ്മുടെ കർമ്മങ്ങള് പ്രാരാബ്ധത്തിന് കാരണമാണോ? നമ്മൾ മോശം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനി ആ ഒരു എന്താ പറയാ ജീവജാലങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമോ? ഇങ്ങനെയൊക്കെ നമുക്ക് ഭയം ഉണ്ടാവും. ആ ഭയം നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം എന്താ? സത്കർമ്മങ്ങൾ ചെയ്യണം, ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്. അപ്പൊ നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളാണ് നമുക്ക് ശരീരം എടുക്കാൻ വീണ്ടും കാരണമായിട്ട് തീരുന്നതെന്ന് അറിഞ്ഞോളണം. ആരാണെങ്കിലും അത് അനുഭവിച്ചു തീർന്നേ പറ്റുള്ളൂ. അപ്പൊ എല്ലാം ദേവി ചെയ്യിക്കുന്നു എന്ന് കരുതിയാല് എല്ലാം ദേവി തന്നെ തീർത്തു തന്നോളും. അപ്പൊ വാഗ്ഭവകൂടം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഭാഗം, ശിരസിൽ നിന്ന് കഴുത്ത് വരെയുള്ള ഭാഗം, ആദ്യത്തെ കൂടം. അപ്പൊ ദേവി സിംഹാസനസ്ഥിതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ദേവി ആ ഒരു വാക് മനസ്ഥിതിയാണെങ്കിൽ രണ്ട് കാലും മുകളിൽ വരണം. എന്നാൽ ദേവി ഒരു കാല് താഴേക്ക് ഇട്ട് ആ ഒരു പോസ്ചറാണ് നമ്മൾ കാണുന്നത് അല്ലെ? അപ്പൊ ഒന്ന് ശിവന്റേത്, മറ്റത് ദേവിയുടേത്. അപ്പൊ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത് കാമരാജകൂടം, കഴുത്തു മുതൽ ഇടുപ്പ് വരെ. ശക്തികൂടം എന്ന് പറഞ്ഞാൽ ഇടുപ്പിന് താഴെയുള്ള ഭാഗം. അപ്പൊ പരാശക്തി ഉപാസകർ വളരെ ധൈര്യമുള്ളവരായിരിക്കണം എന്ന് പറയാറുണ്ട്. കാരണം ഒരു കാല് മുന്നിൽ വെച്ചാൽ അത് പുറകോട്ട് മാറില്ല. കാരണം ആ ഒരു വളരെ ഫോമായിട്ട് ഡിസിഷൻ എടുത്തവർക്ക് മാത്രമേ ശക്തി ഉപാസനയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. കാരണം അത് പകുതി വെച്ച് നിർത്തിപ്പോവാൻ പാടില്ല. അപ്പൊ ശരിക്കും വെരി ഫോം ഡിസിഷൻസ് എടുക്കുന്നവർക്ക് മാത്രം, ധീരന്മാർക്ക് മാത്രം ഉള്ളതാണ് ശക്തി ഉപാസന എന്ന് പറയുന്നത്. ഈ 3 ഖണ്ഡങ്ങളുണ്ട് ദേവിയുടെ മന്ത്രത്തിന്. അതില് ആ ഒരു പഞ്ചദശി ദേവിയുടെ മൂലമന്ത്രമാണ്. ആ 15 മാത്രകളുണ്ട്. അത് 3 കൂടങ്ങളില് വ്യാപിച്ചു കിടക്കുകയാണ്. ആദ്യത്തേത് 5 മാത്രകള്, രണ്ടാമത്തേത് 6 മാത്രകള്, ശക്തികൂടം 4 മാത്രകള്, അവസാനത്തെ കൂടം. അങ്ങനെ 15 അക്ഷരം. ഇതാണ് ഈ മന്ത്ര രഹസ്യം. അതിനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണണം. വെളിയിലല്ല അത് കാണേണ്ടത്. കാരണം അകത്ത് കണ്ടെങ്കിൽ മാത്രമേ മന്ത്രധ്യാനമാകുള്ളൂ. ഇപ്പൊ മന്ത്രധ്യാനം രൂപധ്യാനത്തെക്കാൾ ഉയർന്നതാണ്. ആ ഒരു ശരിക്കും പറഞ്ഞാല് സൗണ്ട് എന്ന് പറയുന്നത്, ശബ്ദത്തിന് സൗണ്ട് ക്യാൻ മേക്ക് വൈബ്രേഷൻ ഇൻ ദ ബോഡി. അത് നമുക്ക് സ്പന്ദനം ഉണ്ടാക്കും ഈ മന്ത്ര ജപം. അപ്പൊ ശരീരം ശുദ്ധമാകും. എന്തുകൊണ്ട്? ഈ വൈബ്രേഷൻ കൊണ്ട് നമുക്ക് എന്താ പറ്റുന്നത്? ശുദ്ധമാകും ഇല്ലേ? നമ്മൾ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ വൈബ്രേഷൻ കൊണ്ട് അഴുക്കുകളെല്ലാം പോകും. അതുപോലെ നമ്മുടെ സ്ഥൂല ശരീരത്തില് ഉള്ള അഴുക്കുകൾ കുളിച്ചാൽ പോകുന്ന പോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള അഴുക്കുകൾ ഇളകി വരും. അത് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതിന് ദേവിയുടെ അനുഗ്രഹം വേണം. ഇല്ലെങ്കിൽ ആ മന്ത്രം ഉപേക്ഷിച്ച് നമ്മൾ പോവേണ്ടി വരും. അപ്പൊ മന്ത്രധ്യാനം എന്ന് പറയുന്നത് രൂപധ്യാനത്തെക്കാളും വളരെ ഉയർന്നതാണ്. അപ്പൊ ശരീരം ശുദ്ധമാക്കി ആ ഒരു മന്ത്രങ്ങൾ കൊണ്ട് ദേവി സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. ഉറപ്പാ. അപ്പൊ നമ്മൾ തന്നെ ആ ഒരു മന്ത്രമയിയായിട്ട് തീരും. കാരണം ആ ഒരു ഡെയിലി നമ്മൾ ഓരോ ദിവസവും മന്ത്രം ജപിക്കുമ്പോൾ ഈ ഭാവനയോടുകൂടി വേണം നമ്മൾ ജപിക്കാന്, നമ്മുടെ ശരീരത്തെ കാണാനും. ഇപ്പൊ സൂക്ഷ്മം എന്നാൽ എന്താ? ആ ഒരു സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ 3 തലങ്ങളുണ്ട് അതിന്. ഒന്ന് സൂക്ഷ്മം, ഒന്ന് സൂക്ഷ്മതരം, ഒന്ന് സൂക്ഷ്മതമം. അപ്പൊ പഞ്ചദശാക്ഷരി ആ ഉപദേശമായിട്ട് വാങ്ങിയാൽ മാത്രമേ നമുക്കത് ചാർജ് ആവുള്ളൂ. നമ്മുടെ ശരീരത്തില് ഗുരു ഉപദേശത്തോടു കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ആ മന്ത്രം, നമ്മൾ ഡോർമെന്റ് എന്ന് പറയും, ചാർജ് ചെയ്ത മന്ത്രം എന്ന് പറയും അല്ലെ? ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാതെ ഇട്ടിരുന്നു കഴിഞ്ഞാല് ടോർച്ച് കത്തില്ല. അതേസമയം ബാറ്ററി ഇട്ട് കഴിഞ്ഞ് ചാർജ്ഡ് ആയിരിക്കുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശം ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ഗുരു ഉപദേശം എന്ന് പറയുന്നത്. ആ ഉപദേശത്തോടു കൂടി ജപിച്ചെങ്കിൽ മാത്രമേ അത് ചാർജ് ആവുള്ളൂ.
അപ്പൊ നല്ല ഉപാസകന്മാരെ ഗുരു തേടി വരും എന്ന് പറയാറുണ്ട്. ആ ഒരു കാമകലാക്ഷരം ആയി നമുക്ക് സൂക്ഷ്മതരമാണ് കാമകലാക്ഷരങ്ങള്. കാതിവിദ്യ, ഹാദിവിദ്യ സൂക്ഷ്മതമമാണ്. കുണ്ടലിനി എന്ന് പറയുന്നത് അത് അത് അറിയാൻ മാത്രമേ സാധിക്കുള്ളൂ, നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പൊ ജ്യോതി സ്വരൂപമാണ് കുണ്ടലിനി. അതുകൊണ്ടാണ് ദേവിക്ക് തടില്ലതാ സമരുചി എന്നൊരു പേര് വരുന്നത്. എല്ലാവരിലും ഉണ്ട്. പിന്നെ കാമകല അക്ഷരം എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്നതാണ്. അകാര, ഉകാര, മകാരം. ക്രീം എന്ന് പറയുന്നത് ആ ഒരു ദേവീ പ്രണവം. ഇതിനെ നമുക്ക് ആ ഓംകാരം എന്ന് പറയുന്നത് നമ്മൾ പ്രണവ മന്ത്രമാണെങ്കിൽ ഹ്രീംകാരം എന്ന് പറയുന്നത് ദേവീ പ്രണവമാണ്. അകാര, രകാര, ഇകാരം. ഇതിനെയാണ് നമ്മൾ കാമകലാ മന്ത്രം എന്ന് പറയുന്നത്. ശരീരത്തിൽ 51 അക്ഷരങ്ങളാകുന്ന 51 ശക്തിപീഠങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ. പ്രപഞ്ചത്തിലുണ്ട്, നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ആ, ഉ, മ. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, രുദ്ര ഗ്രന്ഥികളാണ് അകാര, ഉകാര, മകാരങ്ങള്. ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ദേവി പ്രകാശം, ദേവി ലൈറ്റ് ആൻഡ് സൗണ്ട് ഫോം, രണ്ടും അമ്മയാണ്. വെളിച്ചവുമാണ്, ശബ്ദവുമാണ്. അപ്പൊ മന്ത്രം ശ്ലോകം പോലെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മന്ത്രം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഭവരോഗത്തിനുള്ള ഒരു മരുന്നാണ്, അല്ലെ? വിവേകാനന്ദ സ്വാമി പറയും, മന്ത്ര ഈസ് ജസ്റ്റ് ലൈക്ക് എ മെഡിസിൻ ഇൻ എ ടാബ്ലറ്റ് ഫോർ ഭവരോഗ. ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഈ മന്ത്രജപം എന്ന് പറയുന്നത്. നമ്മുടെ ഭവരോഗം, ഇല്ലേ? ഭവിച്ചിരിക്കുന്നത് ഒരു രോഗമാണ്. എന്താ കാര്യം രോഗം? നമ്മള് ഈ പ്രപഞ്ച സത്യമാണെന്നും നമ്മുടെ ശരീര സത്യമാണെന്നും പറഞ്ഞ് എല്ലാത്തിലും അറ്റാച്ച്മെന്റ് വെക്കുന്നു. ഇത് തന്നെയാണ് രോഗം. അപ്പൊ നമ്മൾ പശുപതിയെ കണ്ടാൽ ഭഗവാനെ കണ്ടാൽ എന്താ? ഡിറ്റാച്ച്ഡ് ആവണം, അല്ലേ? ഭഗവാനിലോട്ട് പാശങ്ങളെല്ലാം കെട്ടണം. അമ്മയിലോട്ട് പാശങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭവരോഗത്തിൽ നിന്ന് മുക്തി കിട്ടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഈസി ആക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ശരിക്കും പറഞ്ഞാല് ദേവിയാണ് ആ ഒരു പഞ്ചദശാക്ഷരി മന്ത്രത്തിലൂടെ നമുക്കിതിനുള്ള ശക്തി തരുന്നത്. ഈ പറഞ്ഞ പ്രപഞ്ചമാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അതിനി അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊരു പഞ്ചദശ മന്ത്രത്തെക്കുറിച്ചും മന്ത്ര സാധനയെക്കുറിച്ചും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ടൊരു ചെറിയ ഒരു സത്സംഗം ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം. കാരണം അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല. സൗന്ദര്യലഹരിയിൽ 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എന്താണ്, അത് ഏത് ആംഗിളില് ഏതൊക്കെ പരമ്പരയിലൂടെ നോക്കുമ്പോഴും ദേവി ഓരോ പുതിയ പുതിയ വഴികൾ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോ നമ്മുടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മുടെ ഈ പറഞ്ഞ പ്രപഞ്ചത്തെ അറിയാൻ നിത്യ ദേവതകളിലൂടെ, കാലം എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ തന്നെയാണ്, അല്ലെ? 36 തത്വങ്ങളിൽ ഒന്നാണ് കാലം. കാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ശരീരത്തില് ആത്മാവിനെ അറിയണമെങ്കിൽ നമുക്ക് ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ സമ്പൂർണ്ണ മന്ത്രമാണത്. മൂലപ്രകൃതിയെ കാണിക്കുകയാണ്. 36 തത്വങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താ? ആ 36 തത്വങ്ങളിലൂടെ ദേവി ശിവൻ എങ്ങനെ ആ ഒരു പ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നു, ജീവനായിട്ട് തീരുന്നു, ശിവൻ എങ്ങനെ ഈ ശരീരത്തിനുള്ളിൽ എത്തുന്നു എന്നുള്ള ആ തത്വത്തെ കാണിച്ചു തരികയാണ്. ഈ ഒരു പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ സത്യത്തെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുള്ള ആ ഒരു ശക്തി നമുക്ക് ഉണ്ടാക്കി തരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ അവസാനത്തെ കൂടത്തെ നമ്മൾ ശക്തികൂടം എന്ന് പറയണത്. കാരണം ഇതിനപ്പുറം ഒന്നുമില്ല. കാരണം ഈ ശക്തികൂടത്തിനപ്പുറം ആ ഒരു ഓം എന്ന് പറയുന്ന പ്രണവം മാത്രമേ ഉള്ളൂ. ആ AUM, അല്ലെ? അകാര, ഉകാര, മകാരം, ഹ്രീംകാര, പ്രണവം. അപ്പോ എന്താ? HRE എന്ന് പറഞ്ഞാൽ ഹകാര, രകാര, ഈകാര എന്ന് നമുക്ക് പറയാം. HRE. അപ്പൊ എന്താ? ശരിക്കും പറഞ്ഞാല് ദേവിയുടെ ഈ മന്ത്രം ആ നമ്മൾ ജപിക്കുമ്പോൾ ദേവിയുടെ രൂപമാണ് അവിടെ ഉണ്ടായി വരുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ എന്നും ഹ എന്നും പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഉള്ളിലുള്ള വൈബ്രേഷൻ വളരെ വളരെ എന്താ പറയാ, അഹം. ഈ ആയും ഹായും എന്താ? നമ്മൾ ജീവനെ തന്നെയാ പറയുന്ന അഹം, അല്ലെ? ആ ഒരു എന്താ പറയുക, ഇന്നർ വൈബ്രേഷൻ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഹിപ്പ് മുതൽ, അതായത് നമ്മുടെ ഇടുപ്പ് ഭാഗം മുതൽ ആ കാലിന്റെ അതുവരെ വളരെയധികം വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു അനുഭവസ്ഥര് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ആ ഒരു രകാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഇടുപ്പ് മുതൽ ചെസ്റ്റ് വരെ, അതായത് അനാഹത ചക്രം വരെ എനർജി വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു ഈകാരം വരുമ്പോഴത്തേക്ക് ചെസ്റ്റ് മുതൽ ഐബ്രോസ് വരെ, ഇതിനെയാണ് 3 ഖണ്ഡങ്ങളായിട്ട് നമ്മൾ ശരീരത്തെ തിരിക്കുന്നത്. ഏതാണ്? ആ ഒരു അഗ്നിഖണ്ഡം, സൂര്യഖണ്ഡം, സോമഖണ്ഡം, അല്ലെ? അപ്പൊ ഇങ്ങനെ 3 ഗ്രന്ഥികൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പഞ്ചദശി മന്ത്രത്തിന്റെ കൂടങ്ങളെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്.
ഇപ്പൊ ലോകത്തിലിരിക്കുന്ന എല്ലാം, എല്ലാ വഴികളും ഈ 15 അക്ഷരത്തില് അടങ്ങും. ഉറപ്പാണ്. ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് വേറെയായിട്ട് പറയാനില്ല. എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാം ഇതിനകത്ത് വരും. മനുഷ്യ ശരീരത്തിൽ തന്നെ 3 ലെയേഴ്സ് ഓഫ് സ്കിൻ ഉണ്ട് ഇല്ലേ? നമ്മുടെ ത്വക്ക് 3 ലെയറാണ്. 3 ശരീരങ്ങൾ എല്ലാ മനുഷ്യരും ഉണ്ട് ഇല്ലേ? പ്രഥമകൂടം എന്ന് പറയുന്നത് ജ്ഞാനമാർഗമാണ്. അത് വേദം തന്ത്രമാണ്. മധ്യകൂടം എന്ന് പറയുന്നത് ഭക്തിമാർഗമാണ്. കാമകല അക്ഷരമാണത്. മൂന്നാമത്തത് ശക്തികൂടം എന്ന് പറയുന്നത് കർമ്മമാർഗം, അതായത് ലളിതാദേവിയാണത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു മന്ത്രം വെറുതെ ജപിക്കാൻ കിട്ടുന്നത് പോലും ശരിക്കും പറഞ്ഞാല് ഭയങ്കര അനുഗ്രഹമാണ്. അത് ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഈ മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റില്ല. ഈ മന്ത്രം തന്നെ നമ്മളെ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു സ്വത്വത്തിലേക്ക്, നമ്മുടെ എന്താണോ നമ്മുടെ സ്വരൂപം, ആ സ്വരൂപ ധ്യാനം സ്വരൂപ മുക്തിയിലേക്ക് എത്തിക്കുമെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ദേവിയുടെ മന്ത്ര സ്വരൂപത്തെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ 83-ാമത്തെ നാമം എടുക്കുക. 82-ല് ആ പൂർണ്ണമായിട്ട് ഭണ്ഡനെ വധിച്ചു കഴിഞ്ഞു. അത് അത് കഴിഞ്ഞ് എന്താ അവിടെ സംഭവിച്ചത്? ആ 83-ാമത്തെ നാമത്തിലെ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ, ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്ര ആദി ദേവന്മാര് സംസ്തുത വൈഭവ, ബ്രഹ്മാവ് ഉപേന്ദ്രൻ മഹേന്ദ്രൻ ഇത്യാദി ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്ന വൈഭവമുള്ളവൾ. അപ്പൊ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തികളാണ് ഇവരെല്ലാം അല്ലെ? അപ്പോ ആ ശക്തികളെ ദേവിയെ സ്തുതിക്കുന്നു. അപ്പൊ ഇന്ദ്രമാതാവായിരിക്കുന്ന ആ ഒരു ഇന്ദ്രമാതാവായിരിക്കുന്ന അതിഥി ഗർഭത്തില് വിഷ്ണു വാമനനായിട്ട് ജനിച്ചു എന്ന് നമ്മള് പുരാണം പറയുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് ഉപേന്ദ്രൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാദികള് അന്തർമുഖരായിട്ട് ദേവിയെ ഉള്ളില് ധ്യാനിച്ചു. ഉൾക്കണ്ണില് ദർശിച്ച് ദേവിയുടെ വൈഭവം, വിഭുത്വം അഥവാ സർവജ്ഞത്വം എല്ലാത്തിനെയും സ്തുതിച്ചു. ഇപ്പൊ എന്തുകൊണ്ടാ? ഭണ്ഡാസുര വധം കഴിഞ്ഞിരിക്കുന്ന ദേവിയാണ് അവർ സ്തുതിക്കുന്നത് അല്ലെ? ബ്രഹ്മാവ് ഉപേന്ദ്രൻ മഹേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാല് സമ്യക്കായിട്ട് സ്തുത്യമായി ഇരിക്കുന്ന വൈഭവത്തോട് കൂടിയവൾ ആരാണോ ആ ശക്തി. ഇപ്പൊ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദ ദേവസംസ്കൃത വൈഭവായേ നമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കഥ മുഴുവനും കഴിഞ്ഞ് ദേവി വിജയിച്ചരുളാണ് അവിടെ അല്ലെ? അപ്പോ മഹാഭീകരനായിരിക്കുന്ന ഭണ്ഡാസുരനെ ഉന്മൂലനം ചെയ്തപ്പോ ആനന്ദതുന്തിലരായ ദേവന്മാര് ത്രിമൂർത്തികളോടൊപ്പം ദേവിയുടെ വൈഭവത്തെ വാഴ്ത്തി പാടുന്നു. സകല ജാതികളാലും ആരാധിക്കപ്പെടുന്നത് ത്രിമൂർത്തികൾ പോലും തങ്ങളുടെ സ്ഥാനം മറന്ന് ദേവിയെ സ്തുതിക്കണമെങ്കിൽ ഒറ്റ കാരണേ ഉള്ളൂ, തങ്ങളിലെ താൻ എന്ന അഹന്ത അവരെ വിട്ടുപോയി. മറ്റുള്ളവരുടെ അറിവും പ്രാപ്തിയും തിരിച്ചറിഞ്ഞ് അവരെ സ്തുതിക്കണമെങ്കിൽ അവർ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മുക്തരാവണം. എങ്കിൽ മാത്രമേ അതിന് സാധ്യമാവൂ അല്ലെ? ഇപ്പൊ ഭണ്ഡന്റെ കഥയിലൂടെ നമ്മൾ അറിഞ്ഞതും അതാണ്. ഞാൻ എന്ന അഹന്തയെ എപ്പോഴും പരിധിയിൽ നിർത്തണം. അതിന് നമുക്ക് സാധിക്കും. അത് എങ്ങനെ? ആ ഒരു ജീവിത യാത്രയിൽ ഉടനീളം നമുക്കത് സംഭവിപ്പിക്കാമെന്ന് നമ്മൾ അറിയണം. കാരണം ആ ദേവിക്ക് മാത്രമേ ഭണ്ഡനെ ആ ഒരു നിയന്ത്രണത്തിൽ നിർത്താൻ സാധ്യമാകൂ. അത് അത്യന്താപേക്ഷികമാണ്. അതാണ്, എന്നാലേ ജീവിത ലക്ഷ്യം ആ ഒരു വ്യക്തികളില് സാർത്ഥകമാവുകയുള്ളൂ എന്ന് ഭണ്ഡന്റെ കഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഭണ്ഡന്റെ കഥ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ആ ഒരു ആ ഒരു എന്താ പറയാ, കാമനെ ശിവൻ എരിക്കപ്പെട്ടു. ശിവന്റെ ആ ഒരു നേത്രാഗ്നി കൊണ്ട് കാമൻ എരിക്കപ്പെട്ടു. ആ ചാരത്തിൽ നിന്ന് ഞാൻ എന്ന ഭാവമുള്ള ഭണ്ഡൻ സൃഷ്ടിക്കപ്പെട്ടു അല്ലെ? ഭഗവാന്റെ, ശിവൻ എന്ന് പറഞ്ഞ സംഹാരകാരകനാണ് അല്ലേ? അദ്ദേഹത്തിന്റെ അഗ്നിയിൽ ഇല്ലാതായിട്ട് പോലും അവിടെ നിന്ന് വീണ്ടും ഭണ്ഡൻ പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ യുദ്ധം പോരാ. തന്റെ വാക്കുകളെ നിയന്ത്രിച്ച് ലൗകികത വെടിഞ്ഞ് മനോമാലിന്യങ്ങളെ നീക്കിക്കാണാൻ ആ ഒരു ഏത് ഭാവത്തെ തിരിച്ചറിഞ്ഞാലും അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഉണരാതെ നോക്കണമെന്ന് പറയാൻ കാരണം. വിഷയാസക്തികള് യുക്തമായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. എങ്കിലേ ആ ഭണ്ഡനെ പോലെയുള്ളവരുടെ പിറവികള് തടയപ്പെടുകയുള്ളൂ. സാധാരണ മനുഷ്യനില് ആ ഒരു മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന്, ശ്രേഷ്ഠതയിൽ നിന്ന് ഉപേന്ദ്രൻ, പരമാത്മാവിൽ നിന്ന് മഹേന്ദ്രൻ, ഇവർക്ക് തുല്യമായിട്ടുള്ളവൾ. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവാത്മാവ്, അതായത് സൃഷ്ടി. പരമാത്മാവ് മഹേന്ദ്രൻ. ഈ ജീവാത്മ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് താൻ തന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ബാഹ്യത്തിലും അന്തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പരമാത്മാവ് തന്നെയാണ് എന്ന്
നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളില് തിരിച്ചറിഞ്ഞോളണം. അപ്പൊ സാധാരണ മനുഷ്യരും അവരുടെ ആ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് സ്തുതിക്കുകയാണ് ഇവിടെ ദേവിയെ. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്ന ശക്തി തന്നെയാണ് എല്ലാത്തിന്റെയും ആധാരമായിട്ടിരിക്കണമെന്നുള്ള ആ പരമമായ സത്യത്തെയാണ് ഈ നാമം നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാറ്റിനും അതീതവും ശക്തി തന്നെയാണ്. ആ ശക്തിയെ നമ്മൾ സ്ത്രീരൂപമായിട്ട്, അതായത് പരാശക്തിയായിട്ട്, ജഗദംബികയായിട്ട് ആരാധിക്കുന്നു. ഇപ്പൊ സ്ത്രീ എന്ന സൃഷ്ടിയുടെ പ്രാധാന്യവും മഹാത്മ്യവും തിരിച്ചറിയേണ്ടത് ആരാണ്? ആ സ്ത്രീ തന്നെയാണല്ലേ. നമ്മൾ തന്നെയാണ് അത് തിരിച്ചറിയേണ്ടത്. ഓരോ മനുഷ്യനും അത് തിരിച്ചറിയണം. ആ ആത്മവൈഭവത്തെ നമ്മൾ തിരിച്ചറിയണം. അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത്. ആ അറിവ് നമ്മളെ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നർത്ഥം. അപ്പോ അടുത്ത നാമം 84-ാമത്തെ നാമമാണ് ഹരനേത്രാഗ്നി സംദഗ്ധ കാമസജ്ജീവന ഔഷധി. ഹരനേത്രാഗ്നി സംദഗ്ധ കാമ സജ്ജീവന ഔഷധി. ഹരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, നേത്രാഗ്നി എന്ന് പറഞ്ഞാൽ മൂന്നാം കണ്ണിലെ അഗ്നി, സംദഗ്ധ സമ്യക്കായിട്ട് ദഹിപ്പിച്ച, സഞ്ജീവനം. സഞ്ജീവനം എന്ന് പറഞ്ഞാൽ എന്താ? പുനരുജ്ജീവിപ്പിച്ചത്. ശിവന്റെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച കാമദേവനെ വീണ്ടും ജീവിപ്പിക്കുന്ന ഔഷധിയായിട്ടുള്ളവൾ. അപ്പൊ യോഗികള് ജ്ഞാനാഗ്നിയിൽ കാമദേവനെ ദഹിപ്പിക്കുക ചെയ്യുന്നത്. മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനത്തിന്റെ ദൃഷ്ടിയാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. മറ്റുള്ള ഉപാസകന്മാരില് ജീവജാലങ്ങളില് അമ്മ കാമനെ നിലനിർത്തുന്നു, അതാണ് സൂചന. അപ്പോ ഹരന്റെ കണ്ണിലെ അഗ്നിയിൽ ദഹിച്ച കാമന് സഞ്ജീവനം, അതായത് മൃതസഞ്ജീവനി എന്നുള്ള ഔഷധമാണ് ദേവി. ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട കുട്ടിക്ക് അമ്മയാണ് ഏക ആശ്രയം അല്ലെ. അപ്പൊ ഹരൻ കോപിച്ചാൽ ഗുരു രക്ഷിക്കും, ഗുരു കോപിച്ചാൽ ആരുമില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അമ്മയായ ദേവി ഗുരുവായിട്ട്, അമ്മയായിട്ട് കാരുണ്യാമൃതം ചൊരിയുന്ന ദേവി. ആത്മസ്വരൂപത്തെ ഹരിക്കാൻ ഹരൻ, അതിന് കാരണം എന്താ? അവിദ്യയാണ് അല്ലെ. ഈ അജ്ഞാന ആവരണത്തെ നീക്കി ഹരനേത്രാഗ്നി. അപ്പോ ജീവന്റെ പരമാർത്ഥ സ്വരൂപം പ്രാപിക്കാന് വിദ്യയെ ഉപാസിക്കുകയാണ് ഏക മാർഗം അല്ലെ. അപ്പോ അവിദ്യ നേടി ആ ഒരു അവിദ്യയെ ഇല്ലാതാക്കി മോക്ഷപ്രാപ്തി സാധ്യമാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തേ മതിയാകൂ. ആ ഒരു വിരക്തൻ, അതായത് ബന്ധമറ്റവനായിട്ട് ശിവൻ കാമനെ ദഹിപ്പിച്ചു. അപ്പൊ അതേ ഹരനെ ദേവി കാമത്താൽ ബന്ധിച്ച് കാമേശ്വരനാക്കി അല്ലെ. ഇപ്പൊ കാമനെ പുനരുജ്ജീവിപ്പിച്ചു, കാമനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സംഹാരക്രിയയിൽ ഏർപ്പെട്ട ഹരനാൽ പൂർണ്ണമായിട്ട് നശിച്ച ലോകം മൂലതന്മാത്ര രൂപത്തില് ബ്രഹ്മത്തില് ലയിക്കണു. വീണ്ടും ദേവി സൃഷ്ടിശക്തിയായിട്ട് ആ ഒരു സങ്കല്പത്തില് കടാക്ഷം കൊണ്ട് സംഹാരരൂപനായ ശിവനെ സൃഷ്ടി ഉന്മുഖനായിരിക്കുന്ന സദാശിവനാക്കി മാറ്റി. ഇപ്പൊ പഴയ പോലെ സൃഷ്ടി നടക്കുകയാണ് അവിടെ. അപ്പൊ ദേവിക്ക് സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, ഇങ്ങനെ 4 തലങ്ങളുണ്ട്. സൂക്ഷ്മരൂപം നമ്മൾ കണ്ടു, കുണ്ടലിനി. സൂക്ഷ്മതരം കാമകലാക്ഷര രൂപം. സൂക്ഷ്മ ആ ഒരു തത്വം എന്ന് പറയുന്നത് പഞ്ചദശി വിദ്യാസ്വരൂപം. അടുത്ത 3 നാമങ്ങള് ദേവിയുടെ സൂക്ഷ്മ രൂപത്തെയാണ് കാണിക്കുന്നത്. അപ്പോ അമ്മയുടെ ആജ്ഞാചക്രത്തിലുള്ള, അതായത് ആ ഒരു സൂര്യചന്ദ്രന്മാര് എപ്രകാരത്തിലുള്ള പ്രകാശമുള്ളവനായിരിക്കുന്ന പരത്തിന്റെ ചിത്തം മൊത്തം അറിയുന്ന ശംഭുവിനെ വന്ദിക്കുന്നത് അതുപോലെ. അമ്മയുടെ ആജ്ഞാചക്രം എന്ന് പറയുന്നത് എന്താ? സൂര്യചന്ദ്രന്മാരും അഗ്നിയുമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള, എങ്ങനെയാണോ ശിവൻ അതുപോലെ തന്നെയാണ് ദേവിയുടേത്. അങ്ങനെയുള്ള ശിവഭക്തിയോടെ ആരാധിക്കുന്നവൻ ഇപ്പൊ സൂര്യചന്ദ്ര അഗ്നികൾ, അതായത് വിഷയമല്ലാത്തവനായിക്കൊണ്ട് ആ ഒരു നിർഗതമായിരിക്കുന്ന ലോകത്തില് അലൗകികനായിട്ട് സ്വയം പ്രകാശത്തിൽ വസിക്കുന്ന ശിവൻ. അപ്പൊ തന്റെ ചിത് ശക്തിയെ ഉണർത്തിയ സാധകനെയാണ് നമ്മൾ ഇതിലൂടെ വ്യംഗ്യമാക്കുന്നത്. ഹരന്റെ നേത്രാഗ്നിയിൽ സംതപ്തനായ കാമനെ സജ്ജീവനമാക്കുന്ന ഔഷധി. ഏത് ഔഷധിയാക്കുന്നത് ഏത് ദേവിയാണോ അവൾ ഹരനേത്രാഗ്നി സംതപ്ത കാമസജ്ജീവന ഔഷധി. ഇവിടെ ദേവിയുടെ വൈഭവം എന്തുകൊണ്ടാണ് പ്രശംസനീയമായത് എന്ന് പറയുകയാണ്. അതായത് ഹരന്റെ നേത്രാഗ്നിയിൽ മൊത്തം ദഹിച്ചുപോയ കാമദേവനെ പുനർജീവിപ്പിക്കാൻ ഔഷധമായവളെയാണ് നമ്മള് അവിടെ പരാമർശിക്കുന്നത്. കാരണം പാർവതി പരമശിവ പരിണയത്തിന്റെ മുന്നോടിയായിട്ട് കാമദേവനെ ശിവൻ മനസ്സിലാക്കാൻ നിയോഗിച്ചിരുന്നു. ആ കഥ എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയില് ഭസ്മമായപ്പോ ആ സമയത്ത് താരകാസുരന്റെ ആക്രമണത്തിൽ വശം കെട്ട ദേവകള് ദേവി പരാശക്തിയോട് സങ്കടം ഉണർത്തിച്ചുവെന്നും, അല്ലയോ ദേവി പരാശക്തി, താരകാസുരാൽ പൊറുതിമുട്ടിയ ഞങ്ങൾക്ക് ശിവപുത്രനാൽ മാത്രമേ രക്ഷയുള്ളൂ.
എന്നാണ് ബ്രഹ്മദേവൻ ദേവിയോട് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ശിവപാർവതി വിവാഹത്തിനും മുന്നിട്ടിറങ്ങിയ കാമദേവനെ ചുട്ട് ചാമ്പലാക്കി ഭഗവാൻ. അപ്പൊ കാമമില്ലാത്ത ഈ ലോകത്ത് എങ്ങനെയാണ് ശിവപാർവതി വിവാഹം നടക്കുന്നത്, ശിവപുത്രൻ ജനിക്കുന്നത്? അപ്പൊ വൈരാഗിയായ ശിവനില് രാഗം ജനിപ്പിക്കണം, അതിന് കനിവുണ്ടാകണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പരാശക്തി കാമദേവന്റെ ആ ഒരു ചാരത്തെ മൃദുവായിട്ടൊന്ന് ഊതിയെന്നും അപ്പോൾ ഉയർന്നു പൊങ്ങിയ ചാരത്തിൽ നിന്ന് കാമദേവൻ അനങ്കനായിട്ട്, ദേഹമില്ലാത്തവനായിട്ട് പുനർജനിച്ചുവെന്നും ലളിതോപാഖ്യാനം. അന്നു മുതല് കാമദേവൻ അനങ്കൻ എന്നറിയപ്പെട്ടു. കാരണം എന്താ? കാമദേവൻ ഒരിക്കലും സ്ഥൂലദേഹം പിന്നെ ലഭിച്ചിട്ടില്ല. രതിക്ക് മാത്രമേ കാമദേവനെ കാണാൻ പറ്റൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും കാമദേവനെ ദർശിക്കാൻ സാധ്യമല്ല. സ്ഥൂലദേഹം ലഭിച്ചാൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന ദേവിക്ക് അറിയായിരുന്നു അല്ലെ. അങ്ങനെ വിദേഹനായ കാമനോട് ജീവജാലങ്ങളില് ആ ഒരു വികാരമായിട്ട് കുടികൊള്ളാനാണ് പരാശക്തി നിർദ്ദേശിച്ചത്. അപ്പോഴാണ് ദേവി ഒരു വിലാപം കേട്ടത്. കാമദേവന്റെ പത്നിയായിരിക്കുന്ന രതീദേവിയുടേതായിരുന്നു അത്. തന്റെ ഭർത്താവ് ദേഹമില്ലാത്തവനാകുമ്പോൾ തന്റെ ശരീരം അപ്രസക്തമല്ലേ, അതുകൊണ്ട് തന്റെ ശരീരവും ഇല്ലാതാക്കി വികാരമില്ലാതാക്കി മാറ്റിയാൽ മതിയെന്ന് ദേവിയോട് രതീദേവി അഭ്യർത്ഥിക്കുകയാണ്. ദേവിക്കത് നിരസിക്കാൻ സാധിച്ചില്ല. കാമനോട് ചേരുന്ന സ്നേഹം എന്ന വികാരമാക്കി തീർത്തു രതീദേവിയെ. ഒപ്പം ഒരു അനുഗ്രഹം കൊടുത്തു. ദ്വാപരയുഗത്തില് ആ ഒരു മർത്യജന്മം എടുത്ത് ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള അനുഗ്രഹം അവരാണ് ശ്രീകൃഷ്ണന്റെ പുത്രനായിരിക്കുന്ന പ്രദ്യുമ്നനായിട്ടും വിദർഭ രാജകുമാരിയായ മായാവതിയായിട്ടും യഥാക്രമം കാമനും രതിയുമായിട്ട് ആണ് അവതരിച്ചത്. എന്തും പെട്ടെന്ന് ചാമ്പലാക്കുന്ന കാമത്തിനെ അമൃതമാക്കുന്ന ഔഷധം കൂടെയുള്ള വ്യക്തികളെ പ്രകീർത്തിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ആ അർത്ഥത്തില് കഴിഞ്ഞ നാമത്തിന്റെ അനുബന്ധമായിട്ടാണ് ഈ നാമം വരുന്നത്. പണ്ടനാകുന്ന അജ്ഞാനം ഇനി ഒരിക്കലും ഉണരാതിരിക്കണം അല്ലെ. ആ ഉണരാതിരിക്കുന്നവനായിട്ട് അങ്ങനെയുള്ള ഔഷധം കയ്യിൽ നമ്മൾ കരുതണം. എന്തിനേയും ചാമ്പലാക്കുന്നതാണ് ഭഗവാൻ ഹരന്റെ മൂന്നാം കണ്ണ്. ആ അങ്ങനെ ദഹിപ്പിക്കുന്ന അഗ്നിയോടാണ് കാമത്തെ ഉപമിച്ചിട്ടുള്ളത്. ഒരു നിമിഷത്തിന്റെ അശ്രദ്ധയിൽ എല്ലാം ഇല്ലാതാക്കാൻ കാമത്തിനുള്ള പ്രാവീണ്യം സംശയമറ്റതാണല്ലേ. ആ കാമത്തെ നിയന്ത്രിക്കുന്ന ഔഷധം നിയന്ത്രണ വിധേയമായ നമ്മുടെ മനസ്സാണ്. മനസ്സിനെ എപ്പോഴും നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ആജ്ഞാനവർത്തിയായിട്ട് ഇരുത്തണം. അതിന് പ്രാപ്തരായ വ്യക്തികള് എല്ലാം ഹരനേത്രാഗ്നി കാമസജ്ജീവൻ ഔഷധരാണ്. ഈ ഒരു തത്വത്തിന്റെ പുറത്താണ് സംഹാരകാലത്ത് തന്നിലെല്ലാം ലയിപ്പിച്ച മൂലപ്രകൃതി വീണ്ടും ആ ഒരു അമൃതായി ഉണർത്തുന്നത്. അങ്ങനെയാണ് ആ ഒരു താത്വിക ദർശനം നമ്മൾ കാണുന്നത് അല്ലെ. ഇപ്പൊ ലൗകികതയില് അതിര് കടക്കുന്ന കാമത്തെ ദഹിപ്പിച്ച് നിലനിൽപ്പിനായിട്ട് പുനരുജ്ജീവിപ്പിക്കുന്ന വ്യക്തികളെയും നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. രാജർഷി ജനക മഹാരാജാവിന് ആ ഒരു സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. രാമായണത്തിലെ ജനകൻ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ജനകന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. അപ്പൊ ജ്ഞാനം പഠിക്കാൻ വേണ്ടി വ്യാസപുത്രനായിരിക്കുന്ന ശുഖബ്രഹ്മർഷി ജനകപുരിയില് എത്തിച്ചേരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ശിവനെ കുടുംബസ്ഥനായി ലോകമംഗളത്തിനായിട്ട് മാറ്റിയത് പാർവതി ദേവിയാണ്. കാമങ്ങൾ എരിഞ്ഞുപോയ ശിവൻ തന്റെ തപസ്സും സാധനയും കൊണ്ട് പത്നിയായിരിക്കുന്ന പാർവതി ദേവി അതെല്ലാം തിരിച്ചു പിടിക്കുന്നു. ഈ നാമം വളരെ വലിയ ഒരു എന്താ പറയാ സന്ദേശമാണ് നമുക്ക് തരുന്നത്. കാരണം ദേവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ പൂർണ്ണമായിട്ട് നിയന്ത്രണം ചെയ്യുന്നതെന്ന് അർത്ഥം. അടുത്ത 85ാമത്തെ നാമം ദേവിയുടെ മന്ത്രസ്വരൂപത്തിലേക്ക് കടക്കുകയാണ്. ശ്രീമദ് ഭാഗവ കൂടൈക സ്വരൂപ മുഖപങ്കജ. ശ്രീമദ് ഭാഗവ കൂടൈക സ്വരൂപ മുഖപങ്കജ. ശ്രീമദ് എന്ന് പറഞ്ഞാൽ ശ്രീയെ കുറിക്കുന്നു. വാഗ്ഭവകൂടം എന്ന് പറഞ്ഞാല് അതായത് ശിവൻ. എ എന്ന് പറഞ്ഞാൽ ശക്തി, ഈ എന്ന് പറഞ്ഞാൽ കാമൻ, ല എന്ന് പറഞ്ഞാൽ ഭൂമി, ഹ്രീം മായ. അപ്പൊ ഇതാണ് നമ്മൾ വാഗ്ഭവകൂടത്തെ ആദ്യത്തെ കൂടം. ഈ സമുച്ചയം അതായത് സ്വരൂപമായിട്ട് ദേവിയുടെ മുഖമായിട്ട് മുഖപങ്കജ, അമ്മയുടെ താമരപ്പൂ പോലെയുള്ള മുഖം, ആ വാഗ്ഭവകൂടമായിരിക്കുന്ന താമരപ്പൂ പോലെ മുഖം ഉള്ളവൾ. അപ്പോ ആദ്യത്തെ നാമം തന്നെ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ആദ്യത്തെ വാഗ്ഭവകൂടത്തെയാണ് പറയുന്നത്. അപ്പോ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖം. അപ്പൊ പഞ്ചദശിയുടെ ആദ്യ കൂടമാണിത് അല്ലെ, വാഗ്ഭവകൂടം, ദേവിയുടെ മുഖം. ശ്രീവിദ്യക്ക് 3 കൂടങ്ങളുണ്ട്. ഒന്ന് വാഗ്ഭവകൂടം, ജ്ഞാനം തരുന്നത്, അത് ഏറ്റവും ശ്രീമത്തായിരിക്കുന്നു.
ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമുള്ളത് അല്ലേ? അപ്പൊ ദേവിയുടെ മന്ത്രമയ ശരീരത്തിലെ പ്രഥമ കൂടത്തെയാണ് നമ്മൾ മുഖമായിട്ട് പറയുന്നത്. അതിനെയാണ് നമ്മൾ ജ്ഞാനശക്തി, 3 ശക്തികൾ ചേർന്നാണ് അല്ലെ? ഇച്ഛാ, ജ്ഞാന, ക്രിയാശക്തിയാണ് ദേവി. അപ്പൊ ഈ മുഖം എന്തിനെ കാണിക്കുന്നു? ജ്ഞാനശക്തി. കഴുത്ത് മുതല് അര വരെയുള്ള മധ്യകൂടം, കാമരാജകൂടം, 6 അക്ഷരം, എന്താ പറയാ, ശരിക്കും ആശകള്, ആഗ്രഹങ്ങളുള്ള സ്ഥലമാണ് അല്ലെ? ഇച്ഛാശക്തി. അരയ്ക്ക് താഴെ 3ാമത്തെ കൂടം എന്ന് പറയുന്നത് ശക്തികൂടം, 4 അക്ഷരം, ക്രിയാശക്തി അല്ലെ? അങ്ങനെയാണ് പറയുന്നത്. അപ്പോ വാഗ്ഭവകൂടം എന്ന് പറയുന്നത് സകല വിദ്യാപ്രഭം, ജ്ഞാനപ്രഭം. കാമരാജകൂടം സർവ കാമസിദ്ധിപ്രദം, സർവ അഭീഷ്ടപ്രദം. 3ാമത്തെ ശക്തികൂടം സൃഷ്ടി, ക്രിയ, അതായത് ശക്തിപദം. 86ാമത്തെ നാമം കണ്ടാത കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി, അത് ഇച്ഛാശക്തി. ആ ഒരു ഷഡക്ഷര സമൂഹ സ്ഥിതമായിരിക്കുന്ന ദേവിയുടെ രൂപം. 87ാമത്തത് ശക്തികൂടൈക താപന്യ കടിയതോ ഭാഗധാരിണി, ക്രിയാശക്തി, അതായത് ശക്തികൂടത്തിന്റെ 4 അക്ഷരം ചേർന്നത്. അപ്പൊ ഈ മന്ത്രം തന്നെയാണ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം ഈ 3 നാമത്തെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇത് ആ മന്ത്രത്തിന്റെ 3 കൂടങ്ങളാണ്. 86ാമത്തത് കണ്ടാതകടി പര്യന്ത മധ്യകൂട സ്വരൂപിണി. കണ്ടാധ കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി. അഥ എന്ന് പറഞ്ഞാൽ താഴോട്ട്, കടി അരക്കെട്ട്, പര്യന്തം വരെ, മധ്യകൂടം എന്ന് പറയുന്നു. ഹകാരം സൂര്യനെ സൂചിപ്പിക്കുന്നു, സകാരം ചന്ദ്രൻ, കകാരം സ്മരൻ, ഹകാരം ഹംസം, ലകാരം ഇന്ദ്രൻ, ഹ്രീം എന്ന് പറഞ്ഞ മായ. ഇതായത് ആ മധ്യകൂടത്തിലെ അക്ഷരങ്ങൾ, പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ അക്ഷരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ അക്ഷരങ്ങളുടെ സംഘാതം, അതായത് കണ്ഠം മുതൽ അരക്കെട്ട് വരെ മധ്യകൂടമായിട്ട് രൂപമുള്ളവൾ. ഇപ്പൊ 87ാമത്തെ നാമത്തില് ശക്തികൂടൈകതാപന്ന കടിയതോഭാഗധാരണി, അതായത് ശ്രീവിദ്യാ മന്ത്രത്തിലെ മധ്യകൂടം എന്ന ഭാഗം ദേവിയുടെ കണ്ഠം മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം തന്നെയാണെന്ന് അർത്ഥം. ഈ 87ാമത്തത് ശക്തികൂട ഏക താപന്ന കടി അധോഭാഗ ധാരണി. കടി എന്ന് പറഞ്ഞ അരക്കെട്ട്, അധോഭാഗം എന്ന് പറഞ്ഞ താഴെയുള്ള ഭാഗം, ഏകത എന്ന് പറഞ്ഞ ഒന്നായിട്ട്, ആപന്ന ഭവിച്ച, അരക്കെട്ടിന് താഴെയുള്ള ഭാഗം ശക്തികൂടമായിട്ട് ഒന്നായിട്ട് ഭവിച്ചവൾ. ശക്തികൂടം എന്ന് പറഞ്ഞാല് സ 4 അക്ഷരമാണെന്ന് നമ്മൾ കണ്ടു. അതിൽ സകാരം എന്ന് പറയുന്ന പരം, അതിലെ കകാരം മാരൻ, ലകാരം ഹരി, ഹ്രീംകാരം മായ. അപ്പൊ ഈ ശ്രീവിദ്യാ മന്ത്രം, അതായത് പഞ്ചദശാക്ഷരി മന്ത്രം, അതിന്റെ ബീജം വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം, ബീജം അല്ലെ? അപ്പൊ ഈ ബീജം എന്ന് പറഞ്ഞത് നമുക്ക് അത് മന്ത്രത്തിന്റെ വാക്കുകളായിട്ട് നമുക്ക് എന്താ പറയാ, പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറഞ്ഞാലും അതിന്റെ 15 അക്ഷരം, അതിന്റെ ബീജം നമുക്ക് പറയണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ആ ഒരു ഈ കൂടങ്ങളെ പറയാറുണ്ട് അല്ലേ? ആ ഋഷി, ഛന്ദസ്, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ലളിതാ പരമേശ്വരി ദേവത, വാഗ്ഭവ കൂടേതി ശക്തി, ശക്തി കൂടെ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമുക്ക് പറയാന്നല്ലാതെ മന്ത്രം മാത്രമായിട്ട് എടുത്തു പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ എന്താ പറയാ പരമ്പര നിർദ്ദേശം. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. കാരണം ശ്രീമദ് വാഗ്ഭവ കൂടേക സ്വരൂപ മുഖ പങ്കജ, ഈ നാമത്തിൽ തുടങ്ങി കഥകളിൽ നിന്ന് നമ്മൾ തത്വങ്ങളിലേക്ക് വരികയാണ്. കാരണം ശ്രീമത്തായിരിക്കുന്ന വാഗ്ഭവ കൂടമാകുന്ന സ്വരൂപത്തോട് കൂടിയ മുഖപങ്കജമുള്ളവൾ. അപ്പൊ കഴിഞ്ഞ നാമം വരെ നമ്മൾ കണ്ടത് എന്താ? നമ്മുടെ ഉള്ളിലെ അഹം എന്നുള്ള ആണവ മലത്തെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഹരനേത്രാഗ്നിയിൽ ചാരമാക്കപ്പെട്ട കാമൻ ഇവിടെ സജീവനി എന്നുള്ള ഔഷധിയെ നിലനിർത്തുന്നിടത്ത് വ്യക്തിയില് പരാശക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ, അതായത് സ്വഭാവ വിധികളാണ് നമ്മൾ ഇവിടെ മുതൽ തുടങ്ങുന്നത്. അതായത് സൂക്ഷ്മ രൂപവർണ്ണനം നമ്മൾ കണ്ടു. അത്യന്തം ഗഹനമായിരിക്കുന്ന തത്വങ്ങൾ വളരെ ലളിതമായിട്ട് നമ്മൾ ഉണർത്തുന്ന നാമങ്ങളാണിത്. കാരണം ഈ പഞ്ചദശാക്ഷരി നമുക്കറിയാം മന്ത്രരാജം എന്നറിയപ്പെടുന്നതാണ് പഞ്ചദശാക്ഷരി മന്ത്രം. യന്ത്രരാജൻ എന്നറിയപ്പെടുന്ന ശ്രീചക്രം, അതിന്റെ അതിദേവതയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി. ഇതിനപ്പുറം വേറൊന്നുമില്ല. അപ്പൊ ഈ നാമങ്ങള് നമുക്ക് അങ്ങനെ വളരെ ഗഹനമായിട്ട് ഇതിൽ ഞാൻ പറയുന്നില്ല. വളരെ എന്താ പറയുക, ഈ സംസാര പ്രപഞ്ചത്തില് അടിസ്ഥാന തത്വം ഇതാണോ എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. ആ അടിസ്ഥാന തത്വത്തിന്റെ മുഖത്തോട് കൂടിയവൾ. സംസാര ലോകത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആ മനുഷ്യവർഗമാണ് അല്ലെ? അവന്റെ ഉള്ളിലെ അഹം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അവന് ഭിന്നതകളില്ല.
അപ്പോ ജീവലോകത്തില് മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് എപ്പോഴാ? അവന്റെ അഹം എന്ന് പറയുന്ന ആ ഒരു ശരീര താതാത്മ്യം വിട്ടുകഴിഞ്ഞാല് അവൻ എന്തായിട്ട് തീർന്നു? മഹത്തായിട്ടുള്ള തത്വസ്വരൂപിണിയായിരിക്കുന്ന ദേവിയായി കഴിഞ്ഞു. അപ്പൊ ഈ വാഗ്ഭവകൂടം എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുന്ന ശക്തിയുടെ മുഖമാണ്. അതിൽ 16 അക്ഷരങ്ങൾ ചേർന്ന ഷോഡശി മന്ത്രം എന്നതിനെ വിളിക്കുന്നുണ്ട്. കാരണം 15 അക്ഷരങ്ങള് ശ്രീവിദ്യാ മന്ത്രമെന്നും ഇത് നമ്മൾ അറിയപ്പെടുന്നു. ഒരക്ഷരം കൂടെ ചേർത്ത് 16 അക്ഷരമുള്ള ഷോഡശി മന്ത്രമെന്നും ഇതിനെ പറയാറുണ്ട്. ശ്രീവിദ്യാ മന്ത്രത്തിന് 3 ഭാഗങ്ങള്, അതിനെയാണ് നമ്മൾ 3 കൂടങ്ങൾ എന്ന് പറയുന്നത്. ആദ്യ ഭാഗം ആ ഒരു ശക്തിയുടെ മുഖം, രണ്ടാം ഭാഗം ഉടല്, മൂന്നാമത്തത് കാലുകൾ. അല്ലെ? അപ്പൊ ഒരു മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ദേവിയുടെ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ. ഈ മന്ത്രത്തിന്റെ ആദ്യ ഭാഗം മുഖം എന്ന് പറയാൻ കാരണം എന്താ? ഇതിന്റെ ആദ്യ ഭാഗം ജ്ഞാനം, ആ ഉയർന്ന ചിന്തകൾ. ഓരോ അക്ഷരത്തിലും അനേക ഗോപ്യ തലങ്ങളുണ്ട്. അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അനേക ജന്മങ്ങൾ പഠിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവാത്തതാണ് ഈ 5, 15 അക്ഷരങ്ങൾ. അല്ലെ? അപ്പൊ അർത്ഥപൂർണമായിട്ട് അക്ഷരങ്ങളെ ശക്തിപ്പെടുത്തിയവയാണ് മന്ത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ വാക്കിന്റെ ഉത്പത്തിക്ക് നിദാനമായിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന മുഖം, അതാണ് ദേവിയുടെ വാഗ്ഭവകൂടം. അപ്പൊ ജ്ഞാനം മുഖസ്വരൂപമായിരിക്കുന്ന ശക്തിഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ജ്ഞാനം സംഭരിച്ച് ചിന്തകളെ ഉത്കൃഷ്ടമായി നശിച്ചുപോയ അഹം എന്ന മലം, അതായത് ആണവ മലം ഒരിക്കലും പിടികൂടാതെ ഒരു വ്യക്തി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കാനുള്ള അർഹത ഉണ്ടാവൂ എന്നർത്ഥം. അക്ഷരങ്ങളെ ശ്രീക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദേവി എല്ലാ മനുഷ്യന്റെ ഉള്ളിലും കുണ്ടലിനി സ്വരൂപിണിയായിട്ട് വർത്തിക്കണു. 86ാമത്തെ നാമത്തിൽ എന്താ പറയണത്? കണ്ടാതകടി പര്യന്തം മധ്യകൂട സ്വരൂപിണിയെ നമ. അപ്പൊ കണ്ഠ അധകടി പര്യന്തം മധ്യരൂപമായിട്ടുള്ളവൾ. അടുത്തത് ഉടൽ ഭാഗമാണ് പറയണത്. ഈ മന്ത്രത്തെ നമുക്ക്, ഈ 3 നാമത്തെ നമുക്ക് പിരിച്ചു പറയാൻ പറ്റില്ല, ചേർത്തേ പറയാൻ പറ്റൂ. അപ്പൊ കണ്ഠത്തിന് താഴെ അരക്കെട്ട് വരെയുള്ള മധ്യഭാഗമാക്കിയവൾ, തന്റെ ശബ്ദത്തിന് അതിര് സൂക്ഷിക്കുന്നവൾ, ഉയർന്ന ചിന്തകൾ വാക്കുകളാക്കിയവൾ, ജ്ഞാനത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാക്കുകൾ ഉടലാക്കിയവൾ. അല്ലെ? ആ ഒരു പാവനമായിരിക്കുന്ന വാക്കുകൾ പ്രവഹിക്കേണ്ട കവാടമാണ് മനുഷ്യന്റെ ആ ഒരു വിശുദ്ധി ചക്രം, അല്ലെങ്കിൽ ആ ഒരു തൊണ്ട. അല്ലേ? അപ്പൊ അഥവാ വിശുദ്ധി സ്ഥാനം, ശുദ്ധമായിരിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വരേണ്ടതാണ്. ശരീരവും തലയും യോജിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? നമ്മുടെ കഴുത്താണ്. അവിടെ നിന്നും പുറപ്പെടുന്ന ശബ്ദങ്ങൾക്ക് അതിരുകൾ സൂക്ഷിക്കണം. അത് മനുഷ്യന്റെ കർത്തവ്യമാണ്. കാരണം ആ ശബ്ദങ്ങള് പ്രപഞ്ചത്തിൽ പോയിട്ട് അത് തന്നെയാണ് തിരിച്ച് കർമ്മങ്ങളായിട്ടും കർമ്മഫലമായിട്ടും നമുക്ക് വരുന്നത്. അപ്പൊ സംസ്കാര സമ്പന്നമായിരിക്കുന്ന നല്ല വാക്കുകൾ ഓതുക എന്നുള്ളത് ആ സാധനയുടെ ബേസിക് ക്വാളിറ്റിയാണ്. അപ്പൊ ദേവി ഉപാസനയുടെ ആദ്യ പടിയാണത്. സാധകൻ മുഖനായെങ്കിൽ മാത്രമേ അവൻ അക്ഷരത്തെ ഉപാസിക്കാൻ തുടങ്ങുള്ളൂ. ഈ 51 അക്ഷരങ്ങൾ എവിടെയാ? മൂലാധാരം മുതൽ ആ ഒരു ആജ്ഞാചക്രം വരെ. നമ്മുടെ ഓരോ ചക്രങ്ങളിലും ഈ എന്താ പറയാ 51 അക്ഷരങ്ങൾ, അതില് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും, ഈ പറയുന്ന വാഗ്ദേവതകൾ അക്ഷരസ്വരൂപിണികളാണ്. അല്ലെ? ആ 16 അക്ഷരം നമ്മുടെ വിശുദ്ധി ചക്രത്തിലും ബാക്കിയുള്ള 36 വ്യഞ്ജനങ്ങൾ മൂലാധാരം മുതൽ നമ്മുടെ വിശുദ്ധി വരെ, അനാഹതം വരെയുള്ള ചക്രങ്ങളിലും ഒന്ന് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അക്ഷരങ്ങളെയാണ് ഉപാസിക്കുക. അപ്പൊ ദേവി മാതൃകാ മന്ത്രരൂപിണി എന്നാണ് അമ്മയെ പറയുന്നത്. അപ്പൊ സാധകൻ അന്തർമുഖനായെങ്കിൽ മാത്രമേ നമുക്ക് ഈ അക്ഷരത്തെ ഉപാസിക്കാൻ സാധ്യമാവൂ. അപ്പൊ അക്ഷരം എന്ന് പറയുന്നത് എന്താ? ആദ്യ ദൈവം അക്ഷരങ്ങളാണ്. അമ്മയെ ഉറപ്പിക്കുന്നത് പോലും അക്ഷരത്തിലൂടെയാണ്. അല്ലെ? അമ്മ. അങ്ങനെ ജ്ഞാനമുഖമായ ഇച്ഛാശക്തിയുടെ രണ്ടാമത്തെ കൂടം എന്ന് പറയുന്നത് ജ്ഞാനശക്തിയാണ്. അപ്പൊ ഇച്ഛയും ജ്ഞാനവും ഇത് ചേർന്നാലേ ക്രിയാശക്തി ഉണ്ടാകുന്നുള്ളൂ. അല്ലെ? ജ്ഞാനം, രണ്ടാമത്തെ ഇച്ഛാശക്തി വന്നു. അപ്പൊ മൂന്നാമത്തത് എന്തായി? ശക്തി കൂടേക താപന്ന കടിയധോഭാഗധാരിണി. അപ്പൊ ശക്തികൂടത്തിന്റെ ആ ഏകതയെ ആവന്നമാക്കിയിട്ടുള്ള കടിയുടെ അധോഭാഗത്തെ ധാരണം ചെയ്തവൾ. ഇച്ഛാജ്ഞാന ശക്തികൾക്ക് ശേഷം കടന്നു വരുന്ന മൂന്നാമത്തെ ശക്തി എന്താ? നമുക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തി. അതിനെയാണ് നമ്മൾ ക്രിയാശക്തി എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ഇച്ഛയും ജ്ഞാനവും ഉറച്ച പിന്നെ ക്രിയയാകുന്ന കർമ്മത്തിന് അമാന്തം ഉണ്ടാകരുത്. ക്രിയാശക്തിയാണ് മറ്റു രണ്ടിന്റെയും പൂർണ്ണത നിശ്ചയിക്കുന്നത്. അപ്പൊ വാഗ്ഭവ മധ്യകൂട ശക്തികൾ തെളിയുന്നത് ശക്തികൂടത്തിലാണ്. അല്ലെ? ഒരു വ്യക്തി തന്നാലാകുന്ന കർമ്മങ്ങള് ധർമാധിഷ്ഠിതമായിട്ട് നിഷ്ഠയോടും ചിട്ടയോടും ചെയ്യുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഏതൊരാളിനേക്കാളും ശ്രേഷ്ഠനായി വേറൊരാൾ ഉണ്ടാകും. ഇല്ലേ? തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗങ്ങളാണ് ഭൗതിക കർമ്മങ്ങൾക്ക് അവനെ പ്രാപ്തമാക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ അവന്റെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് കാലുകളാണ്. ഇല്ലേ? താത്വികമായിട്ട് പറഞ്ഞാൽ ആരാണോ ഇച്ഛയും ജ്ഞാനവും കൊണ്ട്
പൂർണ്ണത വരുന്നത് അവന് പരാശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. ഇത്തിൽ കണ്ണിയാകാതെ സ്വന്തമായ നിലനിൽപ്പോട് കൂടിയവരായിരിക്കും ദേവി ഉപാസകരെന്നർത്ഥം. ഇനി ധാരിണി എന്നുള്ള പദത്തിന് ഭൂമി എന്നുള്ള അർത്ഥം എടുക്കാം. ഈ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം തന്നെ ആധാരമായ ജലത്തെ തന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ ഭൂമി മാതാവായിട്ട് അറിയപ്പെടുന്നു. അപ്പോ ഈ 3 നാമങ്ങള് ഈ പറഞ്ഞ പഞ്ചദശാക്ഷരി ആ മന്ത്രത്തിന്റെ 3 കൂടങ്ങളാണ്. ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ ഷഡക്ഷരങ്ങളുള്ള ആ ഒരു സാമൂഹ്യ സ്ഥിതി. പിന്നെ ശക്തി കൂടേക താപന്റെ കടിയതവ ക്രിയാശക്തി 4 അക്ഷരം അല്ലെ. ഈ പറയുന്ന പഞ്ചദശാക്ഷരി മന്ത്രസ്വരൂപിണിയാണ്. അടുത്ത നാമം പറയണു മൂലമന്ത്രാത്മിക അല്ലെ. മൂലമന്ത്രാത്മിക അമ്മ ആ ഒരു മുമ്പ് ഉദ്ധരിച്ച മൂലമന്ത്രത്തിൽ, അതായത് ശ്രീവിദ്യ മന്ത്രത്തിൽ നിറഞ്ഞവൾ, അതാണ് മൂലമന്ത്രാത്മിക. അപ്പൊ നമ്മളിപ്പോ ഈ നാമങ്ങളെല്ലാം തന്നെ ദേവിയുടെ മന്ത്രസ്വരൂപത്തെ കാണിക്കുകയാണെന്ന് കണ്ടു അല്ലെ. അപ്പോ 88ാമത്തെ നാമത്തെ ആയിട്ടുള്ള മൂലമന്ത്രാത്മികയിലെ 4 വിധ പുരുഷാർത്ഥങ്ങൾക്ക് മൂല കാരണം എന്താണ്? ദേവിയാണ് എന്ന് പറയുന്നു. പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യ മൂലമന്ത്രാത്മിക ദേവിയാണ്. ലളിത ത്രിപുര സുന്ദരിയാണ് എന്ന് പറയുന്നു. അപ്പൊ മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നത് മന്ത്രം ഇല്ലേ. മന്ത്രസ്വരൂപം ദേവിയുടെ ആത്മസ്വരൂപമാണ്. മന്ത്രരാജൻ ശ്രീവിദ്യാ മന്ത്രം. ആ മന്ത്രത്തിനും മന്ത്രദേവതയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഭേദം ഉണ്ടെന്ന് വിചാരിച്ച് ഉപാസിച്ചാല് മനസ്സിൽ കളങ്കം ഉണ്ടാകും. ഒരിക്കലും നമ്മൾ ദേവി വേറെ മന്ത്രം വേറെ എന്ന് വിചാരിക്കാൻ പാടില്ല. അമ്മയുടെ മന്ത്ര സ്വരൂപമാണ് ഈ ആ ഒരു പഞ്ചബ്രഹ്മത്തിലിരിക്കുന്ന ദേവി അല്ലേ. ആ പുഷ്പബാണങ്ങളോടും കരിമ്പ് വില്ലോടും ആ പാശ അങ്കുശങ്ങളോടും കൂടി ഇരിക്കുന്ന ദേവി എന്താ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ സ്വരൂപമാണ്. അവളുടെ മന്ത്രം അവള് തന്നെയാണ്. ശ്രീവിദ്യ മന്ത്ര ജപം കൊണ്ട് ഉപാസന മനനം ഇതുകൊണ്ട് ജന്മ മൃത്യു ശൃംഖലയിൽ നിന്ന് മോചനം ഉണ്ടാകും. ഉറപ്പാണ്, ഇനി വരുന്നുണ്ട്. ജന്മ മൃത്യു ജരാദത്ത ജനവിശ്രാന്തിദായിനി. അമ്മ നമുക്ക് വിശ്രാന്തി സ്ഥാനം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ആ ജന്മത്തിൽ നിന്നും മൃത്യുവാകുന്ന ചക്രത്തിൽ നിന്നും മോചനം വേണം. അപ്പോ ഈ പഞ്ചദശി മന്ത്രത്തിന്റെ മൂല കാരണം എന്താണ്? കാമകലാ മന്ത്രമാണ് അല്ലെ. എന്താ കാമകലാ മന്ത്രം? ഈംകാരം. ഈം എന്ന് പറയുന്ന കാമകലാ മന്ത്രമാണ് ഈ പഞ്ചദശി മന്ത്രത്തിന്റെ മൂലമന്ത്രം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ മൂലമന്ത്രാത്മിക എന്ന് പറയുമ്പോ നമുക്ക് ഈ ദേവിയുടെ 3 കൂടങ്ങൾ കഴിഞ്ഞ് ഇത് 3ഉം കൂടെ ചേർന്ന മൂലമന്ത്രമാണ്. അതായത് മൂലമന്ത്രത്തെ ആ ആത്മാവായിട്ടുള്ളവൾ, മൂലമന്ത്രത്തിന്റെ ആത്മാവായിട്ടിരിക്കുന്നവൾ. മനനാൽ ത്രായതേ മന്ത്രമാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. നമ്മൾ ചിന്തിക്കണം, മനസ്സുകൊണ്ട് മാത്രമേ മന്ത്രത്തെ ചിന്തിക്കാൻ പറ്റൂ. മനനം കൊണ്ട് അഥവാ നിരന്തരമായിരിക്കുന്ന ധ്യാനം കൊണ്ട് ആ ഭോക്താവിനെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. അപ്പൊ മകാരത്തിന് മനനം ചെയ്യുക എന്നും ഇന്ദ്ര എന്നുള്ളതിനെ ത്രാണനം ചെയ്യുക എന്ന അർത്ഥമുണ്ട് മന്ത്രം. അപ്പോ ആ മനസ്സുകൊണ്ട് മന്ത്രത്തെ ജപിക്കുന്നവനെ ത്രാണനം ചെയ്യും ഈ മന്ത്രം. ഗോപ്യമായിട്ടുള്ള അർത്ഥ സമ്പുഷ്ടമാണ് മന്ത്രങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഊർജ സംഭരണം എന്ന് പറയുന്നത് മന്ത്രങ്ങളാണ്. അപ്പൊ മന്ത്രങ്ങളെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് സ്വയമായിട്ടും സമൂഹത്തിനും ഹാനി ഉണ്ടാക്കും. മൂലമന്ത്രത്തെ അടിസ്ഥാനമാക്കിയ മാതാവാണ് ദേവി. അപ്പൊ മൂലമന്ത്രം എന്നാല് സർവമന്ത്രങ്ങളുടെയും അടിസ്ഥാനമാണ്. ജീവനെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നത് ആളിനെയാണ് നമ്മൾ മാതാവ് എന്ന് പറയുന്നത്. ഏത് തലത്തിൽ നോക്കിയാലും ഒരു ജീവനെ, പുതിയതായിട്ടൊരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ആളിനെ എന്താ പറയാ? ജനയിത്രി അല്ലെങ്കിൽ മാതാവ്. അപ്പൊ മാതാവിന്റെ മന്ത്രം എന്നറിയപ്പെടുന്നത് ജഗദംബികയുടെ ഈ അതിവിശിഷ്ടമായിട്ടുള്ള പഞ്ചദശി മന്ത്രം, അതായത് ബ്രഹ്മവിദ്യാ മന്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. കാരണം ഈ പ്രപഞ്ച മാതാവ് അമ്മയാണ് അല്ലെ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും അനേക കോടി ബ്രഹ്മാണ്ട ജനനി, എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും സൃഷ്ടിച്ചത് അമ്മയാണ്. അപ്പൊ ജഗത് മാതാവാണ് അമ്മ. ആ അമ്മയുടെ മന്ത്രമാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ആ ആ ഒരു കാ ഏ ഈല ഹ്രീം എന്ന് പറയുന്ന 5 അക്ഷരം വാഗ്ഭവകൂടമെന്നും പിന്നത്തെ 6 അക്ഷരങ്ങൾ മധ്യകൂടമെന്നും ശേഷമുള്ള 4 അക്ഷരങ്ങൾ ശക്തികൂടമെന്നും നമ്മൾ കണ്ടു. ഇതിൽ 15 അക്ഷരങ്ങൾ ചേരുമ്പോൾ ദേവിയുടെ ശരീരം ദൃശ്യമാകും. ഉറപ്പാണ്. ഇത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടാണ് ഈ മന്ത്രം നിരന്തരമായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ദേവിയുടെ ആ പഞ്ചബ്രഹ്മത്തിലിരിക്കുന്ന സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും. മാതാവിന്റെ ശരീരം. അപ്പൊ ഇതിന്റെ കൂടെ ശ്രീം ചേരുമ്പോഴാണ്
ഷോഡശാക്ഷരി മന്ത്രമായിട്ട് തീരുന്നത്? ശ്രീം എന്ന അക്ഷരത്തിന്റെ മാതാവ് ആത്മാവായിട്ട് കരുതുന്നുണ്ട് അവിടെ. ശ്രീം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അനുഗ്രഹമുള്ള, ഏറ്റവും ശ്രീമത്തായിരിക്കുന്ന, ഐശ്വര്യത്തോട് കൂടിയത് അതാരാ? നമ്മുടെ ആത്മാവ്. എല്ലാം നശിച്ചാലും എന്താ നിലനിൽക്കുന്നത്? ആത്മാവ് അല്ലേ? അപ്പൊ 15 അക്ഷരങ്ങള്. അപ്പൊ അത് ശരീരവും ഒരക്ഷരം ആത്മാവുമായിട്ട് നിൽക്കുന്നു ദേവി. അപ്പൊ ജീവസ്വരൂപമായിട്ട് തീരുന്നു. ഇതെല്ലാം തന്നെ എന്താ? ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ശിവനിൽ നിന്ന് 15 അക്ഷരത്തിലൂടെ ആത്മാവായിട്ടും എന്താ പറയുക ശരീരമായിട്ടും ദേവി ജീവസ്വരൂപമായിട്ട് മാറണം. അപ്പൊ ആരാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ? സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കണ ആത്മാഭിന്ന ലളിതാംബികായേ നമ. ആത്മാവും ദേവിയും അഭിന്നമല്ല, ഒന്ന് തന്നെയാണ് അല്ലെ? എല്ലാ ജീവസ്വരൂപങ്ങൾക്കും ശരീരമായിട്ടിരിക്കുന്നത് പഞ്ചദശി മന്ത്രമാണ്. എന്നാൽ ഓരോ ദേവിമാർക്കും അതാത് മന്ത്രസ്വരൂപം അനുസരിച്ച് അക്ഷരത്തിന്റെ പ്രത്യേക വിന്യാസം ഉണ്ടായിരിക്കും. ഭദ്രകാളി മന്ത്രത്തില് കായ്ക്ക്, ഋഷി ആ ഒരു കാരുണ്യ കൽപ്പതരുവില് ആ കല്യാണി ഭൈരവി അല്ലേ? അപ്പോ ആ ഒരു കരുണാരുണ താരാക്ഷി ഭദ്രകാളി നമസ്തുതേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഓരോ ഓരോ ദേവിമാർക്കും കുറച്ച് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അത് വേറെ ദേവിയായിട്ട് മാറുന്നു. പക്ഷെ ബേസിക് ആയിട്ടുള്ള മൂലമന്ത്രം എന്ന് പറയുന്നത് പഞ്ചദശി മന്ത്രം തന്നെയാണ്. ഇപ്പൊ ഈ ഏകാരം എന്ന് പറയുന്നത് വേറെ അർത്ഥമെടുക്കാം. ഓരോന്നിനും ഓരോ അർത്ഥത്തിൽ നമുക്ക് വേറെ ദേവിമാരായിട്ട് സങ്കല്പിക്കുകയും ചെയ്യാം. പക്ഷെ ഓരോ മൂർത്തികൾക്കും ഓരോന്നായിരിക്കുന്നു മാത്രം. സദാ ഭദ്രമായിട്ടുള്ള കാലത്തെ പ്രദാനം ചെയ്യുന്നവൾ ഭദ്രകാളി അല്ലെ? ആ ആ പഞ്ചദശി ഷോഡശാക്ഷരി മന്ത്രങ്ങള് എല്ലാം തന്നെ ആ ഒരു മൂലമായിട്ടിരിക്കുന്നത് ഭദ്രഭാവത്തിനാണ്. അതായത് വളരെ താത്വികമായിരിക്കുന്ന അർത്ഥമാണ് അതിനുള്ളത്. നമ്മുടെ ഇച്ഛാജ്ഞാന ക്രിയകളിലൂടെയാണ് ഈ മന്ത്രകൂടങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ കൂടത്തിലും ആഗ്രഹം, അറിവ്, കർമ്മം. അപ്പൊ ഈ തലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോണത്. അപ്പൊ നാമം 88 വരെ നമ്മൾ കണ്ടു, സൂക്ഷ്മ വർണ്ണനയാണ്. ലൗകിക തലത്തിലേക്കും ഈ നാമത്തെ നമുക്ക് ചേർത്ത് വെക്കാം. നിത്യജീവിതത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ആ ഒരു ദുർവിനിയോഗം ചെയ്യപ്പെടാത്ത മന്ത്രാക്ഷരങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ കാണണം. ഇപ്പൊ ജലം, ഭക്ഷണം, അക്ഷരം, ജീവൻ തുടങ്ങിയ ഇവയിൽ ചിലതാണ് അല്ലെ? പഞ്ചഭൂതങ്ങളായിട്ട് ജലം, അഗ്നി, വായു, ആകാശവയ്ക്ക് എല്ലാം തന്നെ പ്രാധാന്യമുള്ള മന്ത്രമാണ് ഈ പഞ്ചദശാക്ഷരി മന്ത്രം. ഇതിനകത്ത് പ്രപഞ്ചം മുഴുവനായിട്ട് സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അതിനെ ബഹുമാനിക്കണം, അത് അറിയണം. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയാ ആ ഒരു നമ്മുടെ ജീവന് നമുക്ക് ഉണ്മ കൊടുക്കുന്ന ആത്മാവാകുന്ന ആ ഒരു ശിവബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധ്യമാകൂ. അങ്ങനെ 88ാമത്തെ നാമം വരെ ദേവിയുടെ മന്ത്രശരീരമാണ് അല്ലെ? മൂല മന്ത്രാത്മിക. 89 മുതൽ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. മൂലകൂടത്രയ കളേബര, കുലാമൃതൈകരസിക, കുലസങ്കേത പാലിനി, കുലാങ്കന, കുലാന്തസ്ഥ, കൗളിനി, കുലയോഗിനി, അകുല, സമയാന്തസ്ഥ. 98ാമത്തെ നാമം വരെ ഇനിയും വീണ്ടും ഇതിനെ തന്നെ കൂടുതൽ ദേവി ആരാണ്? എന്താണ് കുലം? മൂലമന്ത്രാത്മികയായിരിക്കുന്ന ദേവി 3 കൂടത്രയങ്ങളുണ്ട്. ആ കുലാമൃതം എന്താണ്? കുളം എന്താണ്? കുളം അല്ലെങ്കിൽ കുലം. കുലസങ്കേതത്തെ എങ്ങനെ പാലിക്കണു? കുലാങ്കനായിട്ടുള്ള ദേവി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? എല്ലാം അടുത്ത നാമങ്ങളിലൂടെ പറഞ്ഞു പോവുകയാണ്. കാരണം ദേവിയുടെ മന്ത്രസ്വരൂപം അത്ര വിശേഷപ്പെട്ടതാണ്. പഞ്ചദശാക്ഷരി മന്ത്രമായതുകൊണ്ട് അനേക നാമങ്ങളിലൂടെ മാത്രം അത് ഓരോ തലത്തിൽ, അതായത് ആ ഒരു സമയാചാര തൽപര, കൗളാചാര തൽപര എന്നൊക്കെ പറഞ്ഞ ഓരോ ആചാരങ്ങളിലൂടെയും ആരാധിക്കപ്പെടുന്ന മൂലമന്ത്ര സ്വരൂപിണിയാണ് അമ്മ. ഓരോ ആചാരങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന മന്ത്രങ്ങള്, കാരണം അതിലെ ബീജങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നെങ്കിലും ബേസിക് ആയിട്ടുള്ള 3 കൂടത്രയങ്ങളോട് കൂടിയ ഒരേ ഒരു ദേവതയേ ഉള്ളൂ, സാക്ഷാൽ ലളിതാ പരമേശ്വരി. ജഗദംബിയായിരിക്കുന്ന ആ ദേവിയെ ആ പാദപത്മങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രസ്വരൂപത്തെ കണ്ടുകൊണ്ട് നമുക്കിന്നിവിടെ നിർത്താം. ഇനി അടുത്ത നാമം, അതായത് മൂലകൂടത്രയ കളയബരം തുടങ്ങിയിട്ട്, കാരണം ഈ ഒരു മന്ത്രസ്വരൂപം ഇവിടെ ഈ 88ാമത്തെ നാമത്തിൽ അവസാനിക്കുകയാണ്. അടുത്ത നാമം മുതൽ നമുക്ക് വീണ്ടും അടുത്ത അധ്യായമായിട്ട് മാറുകയാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഇന്ന് ഇവിടെ നമുക്ക് നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതീം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. സർവം ലളിതാർപ്പണമസ്തു. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.